ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മുതിവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഇഷ്യൂസുകൾ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ, കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറേയധികം സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള, ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു 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 ഏഞ്ചൽ മെസ്സേജ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പറ്റിയ കുറച്ചധികം കാര്യങ്ങളാണ്. അതുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈലൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കൂടുതലും റെസണേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ കാണാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്കും 100% ഈ ഒരു വീഡിയോ റെസണേറ്റ് ആവാൻ 100% ചാൻസ് ഉള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ഒരു ടൈമിലുണ്ടാകുന്ന കുറച്ചധികം സിറ്റുവേഷൻസ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ. ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, കർമ്മ റിലേറ്റഡ് ആയിട്ട്. ഈ കർമ്മ റിലേറ്റഡ് ആയിട്ടെന്ന് പറയുമ്പം എല്ലാവരും പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ സമയം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ, നിൽക്കാനുള്ള ആൾക്കാർ നിൽക്കുകയും പോവാനുള്ള ആൾക്കാർ പോവുകയും ചെയ്യുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയം പരമാവധി ദൈവത്തിനെ കുറ്റം പറയേണ്ടി വരും നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സമയം യൂണിവേഴ്സ് പരമാവധി നിങ്ങളെ വായിൽ നിന്നും ചീത്ത കേൾക്കേണ്ടി വരും. റിലേഷൻഷിപ്പായാലും അതുപോലത്തുള്ള എന്താ പറയുക, നിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഈ ഒരു ഗതി തന്നത്, എന്തുകൊണ്ടാണ് എനിക്കൊരു ഉയർച്ചയില്ലാത്തത്. ടവർ എനർജി കാണുന്നുണ്ട്. ടവർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. ഒരു മനസ്സമാധാനം ഇല്ലായ്മ, കരിയറിൽ ഗ്രോത്ത് ഇല്ലായ്മ, കരിയറിൽ എവിടെ ചെന്നാലും എന്ത് സിറ്റുവേഷനിൽ പോയി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളവിടെ നിന്ന് തള്ളിയിടുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ തള്ളിയിടുന്നൊരു സിറ്റുവേഷൻ, കോമ്പറ്റീഷൻ, വീട്ടിലടി, നാട്ടിലടി, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു കാരണവും യാതൊരു ബന്ധവുമില്ലാതെ കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കൊച്ചു കുട്ടികളെ പോലെ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ പെരുമാറുന്നത്. ബുദ്ധി ഉറച്ചില്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധി ഉറപ്പില്ലാത്ത കാര്യങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ, ബുദ്ധി ഉറപ്പില്ലാത്ത സിറ്റുവേഷൻസ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരെ ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എന്ത് തീരുമാനിക്കണം എന്നറിയത്തില്ലായിരിക്കും. കുറുവലായിട്ടുള്ള, ദേഷ്യപ്പെട്ടുള്ള സ്വഭാവം ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ടും ഇമോഷൻസിലി എടുക്കുന്ന സിറ്റുവേഷൻസ്, പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ പോകണ്ട എന്ന് വിചാരിച്ച സിറ്റുവേഷനിലോട്ടൊക്കെ നിങ്ങൾ പോകേണ്ടി വരും. എടുക്കണ്ട എന്ന് വിചാരിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ വാക്കുകൾ, തർക്കം, അതേപോലെ തന്നെ അടി, പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയോ ഇഷ്യൂസ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡൻസി കൂടുതലാകുന്നുണ്ട്. നിങ്ങളൊരിക്കലും കയറരുത് എന്ന് പറഞ്ഞൊരു കട, അല്ലെങ്കിൽ നിങ്ങളൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, അതിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റും. നിങ്ങൾക്കൊരിക്കലും വേണ്ട, അല്ലെങ്കിൽ ഞാനൊരിക്കലും അത് ചെയ്യില്ല, ഞാനൊരിക്കലും അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്തോട്ട് വരില്ല, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരിക്കലും ഇനി ആ വ്യക്തി എൻ്റെ അടുത്ത് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്ന സമയമാണ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ എഗെയിൻസ്റ്റ് നടക്കും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ എഗെയിൻസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ടൈമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊരു ചെയ്തൊരു വ്യക്തി നിങ്ങൾക്ക് ഉടനെ പോസിറ്റീവ് ആവും. നിങ്ങൾക്ക് ആരാണ് നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്തേക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആവും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആവും. അങ്ങനത്തേക്കുള്ള ചില സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് തേർഡ് പാർട്ടി ഇഷ്യൂസ്,
ഈ തേർഡ് പാർട്ടി ഇഷ്യൂസ് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ, മേ ബി ഈ തേർഡ് പാർട്ടി എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ യഥാർത്ഥ തേർഡ് പാർട്ടികളായിരിക്കത്തില്ല. തേർഡ് പാർട്ടിയുടെ കൂടെ നിന്ന പാർട്ടികളായിരിക്കും തേർഡ് പാർട്ടികൾ. അതായത് നിങ്ങൾ തേർഡ് പാർട്ടി എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കത്തില്ല മേ ബി ഒരിക്കലും ഒരു തേർഡ് പാർട്ടി. അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, സംശയത്തോടെ കണ്ടൊരു വ്യക്തി ആയിരിക്കത്തില്ല, സംശയത്തിൻ്റെ കണ്ണോടെ കണ്ടൊരു വ്യക്തി ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് തന്നത്. മേ ബി നിങ്ങൾ അറിയാതെ ഇരുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയത്. മേ ബി നിങ്ങളുടെ ചിന്താഗതികൾ തന്നെ ആയിരിക്കാം കേട്ടോ. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് അതാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് നിങ്ങൾ ദൈവത്തിനെ കുറ്റം പറയുന്നൊരു സമയമാണത്. ഒരുപാട് നിങ്ങൾ ചീത്ത പറയും, വിധിയെ കുറ്റം പറയും, ഇത് യൂണിവേഴ്സെല്ലാം നിങ്ങൾ കുറ്റം പറയും. കാരണം ഇത്രയും ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്, ഇങ്ങനത്തെ ഒരു ഗതി കൊണ്ട് തരുന്നത് എന്നുള്ള സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും ബേർഡൻ അടിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച്. എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കും, ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക്, പണി എടുക്കേണ്ടി വരും, എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനോടെ കടന്നു പോയിട്ട് സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര ഉയർച്ചയിൽ നിന്നിട്ടും എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അംഗീകാരം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നില്ല, കാല് പിടിച്ച് തൊഴുത് നിൽക്കേണ്ട ഒരു അവസ്ഥ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ ചോർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ, ഭയങ്കരമായിട്ടും ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷനിൽ പിന്നെയും ഡിവൈനെ ഭയങ്കരമായിട്ടും വിഷമിച്ച്, അല്ലെങ്കിൽ എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നൊരു സിറ്റുവേഷൻ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, നിങ്ങളെപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു മനസ്സ് എന്ന് പറയുന്നത് ചെറു മനസ്സായിട്ട് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരോഗ്യം എന്തൊക്കെ നേടുന്നൊരു സമയം ആയിട്ടൊക്കെ ഈ സമയം കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ വരുന്ന സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ വരുന്ന എനർജീസൊക്കെ നിങ്ങൾ അതേ കണക്ക് റിട്ടേൺ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു അത് എവിടെയൊക്കെയോ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. കോമ്പറ്റീഷൻ ഫീൽഡ് കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3 ഫ്രണ്ട്സ് ചേർന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് ആരൊക്കെയോ ചേർന്ന് കളിക്കുക, ഫാമിലി ഇഷ്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ കാണുക. അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമെടുക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടൊക്കെ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, കൊച്ചു കുട്ടികളുടെ ഒരു മനസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കൊച്ചു കുട്ടികളായിട്ട് പെരുമാറുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതോ, നിങ്ങളുടെ ഡിവൈൻ പറയുന്നതോ, നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നതോ ഒന്നും നിങ്ങൾക്ക് ഈ സമയത്ത് ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ഈ സമയത്ത് ടോട്ടലി നിങ്ങൾ ബ്ലൈൻഡഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ രാജാവാണ്, നിങ്ങളുടെ തീരുമാനമായിരിക്കും ഇവിടെ വലുത്, നിങ്ങളുടെ തീരുമാനമായിരിക്കാം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമായിരിക്കാം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എനർജി തരുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും, എന്തെങ്കിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഡെത്ത് എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഡെത്ത് എനർജി എന്ന് പറയുന്ന സമയത്ത് മെയിൻലി ഇവിടെ ഫോക്കസ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ജീവിതത്തിന് ഒരു 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 സന്തോഷമില്ലായ്മയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ആരൊക്കെയോ വന്ന് കയറി ഉഴുതുപോയൊരു റിലേഷൻ, ഉഴുതുപോയൊരു ജീവിതം, കുറേയധികം അനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്, കുറേയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഒരു സക്സസ് ഉണ്ടാവുന്നില്ല, ഒരു ലൈഫ് ഒരു സുഖമില്ലാത്തൊരു രീതിയിൽ പോകുന്നൊരു സമയം, അല്ലെങ്കിൽ ലൈഫ് ഒരു സുഖമില്ലാത്തൊരു സിറ്റുവേഷനിൽ ചവിട്ടി അരച്ച് എന്തൊക്കെയോ നേടണമെന്ന് പറഞ്ഞ് ആരൊക്കെയോ ഒന്ന് നേടിയിട്ട് പോയ സിറ്റുവേഷൻസ് ആയിട്ടേ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മഴ പെയ്ത് പോയി ഒരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാണ്ടിരിക്കുന്നു, വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കാണ്ടിരിക്കുന്നു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുക. അതായത് ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. വന്ന സിറ്റുവേഷൻസ്, വന്ന ആൾക്കാർ, വന്ന ടൈം, വന്ന കാര്യങ്ങൾ, വന്ന സിറ്റുവേഷൻസ്, ഇത് തന്നെയാണ് റിട്ടേൺ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. പുതുതായിട്ടൊന്നും ഒരു ഉയർച്ചയിൽ, പുതുതായിട്ടൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഭയങ്കരമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ വേണ്ടാന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പോയി നിൽക്കുന്നുണ്ട് പിന്നെയും.
ഇവിടെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മുതലാക്കാൻ പറ്റിയ, നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലോട്ട് അങ്ങനത്തെ ആൾക്കാർ എത്തുന്നുണ്ട്, കുറേ നാളായിട്ട് അങ്ങനെ ഉണ്ടും താനും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ലോസ്റ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കരിയർ വരെ നിങ്ങൾ അതിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് എന്ത് കാര്യത്തിന് റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയറൊക്കെ എത്ര വർഷങ്ങൾ അതിന് വേണ്ടി കളഞ്ഞു എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയോ ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഏതോ വ്യക്തികൾ ഫിസിക്കൽ പരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ടി നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ മെയിൻലി ഫോക്കസ് ആവുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളുടെ ലൈഫിൽ ഡിവൈനായിട്ട് തീരുമാനമെടുത്തേക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പിൽ ഡിവൈനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈനായിട്ട് തീരുമാനമെടുക്കാത്ത കുറേയധികം കാര്യങ്ങളെന്ന് പറയുന്നത്, എന്താ പറയുക, നിങ്ങളായിട്ട് തീരുമാനമെടുത്തിട്ട് ഡിവൈൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഡിവൈൻ നിൽക്കുകയാണ്. നിങ്ങൾ കരഞ്ഞ് കാലി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഡിവൈൻ അതിലിട്ടിട്ട് പോകാനും പറ്റുന്നില്ല. ബട്ട് എന്ത് ചെയ്യണമെന്ന് ഡിവൈൻ അറിയത്തുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പലപ്പോഴും പല ആൾക്കാർ വഴിയും, പല സിറ്റുവേഷൻസ് വഴിയും, പല റീഡേഴ്സ് വഴിയും, പല എനർജീസ് വഴിയും നിങ്ങളുടെ ലൈഫിൽ പല സൈനും തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാതെ ബ്ലൈൻഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. ഒന്നീ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ ബ്ലൈൻഡഡ് അടിച്ചിട്ട് എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാതെ പാനിക് അടിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഡിപ്പെൻഡഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. കരിയർ പാത്ത് നോക്കി പോവേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഡിവൈൻസിന് നിങ്ങളോട് പറയാനുള്ളതും ഈ ഒരു സമയം നിങ്ങളടുത്ത് പറയാനുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇന്ന് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കർമ്മ ജനറേറ്റഡ് കാലം, മനുഷ്യ നീ മറന്നാലും കാലചക്രം ഒന്നും മറക്കത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധം വേണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എഴുതപ്പെട്ട സിറ്റുവേഷൻസും വിധിക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്ന കർമാസുകളും എല്ലാം ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ബാധിച്ചിരിക്കും. കാരണം എന്ന് പറയുന്നത്, കാലചക്രം മാറി കറന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്ത തെറ്റും, അതായത് ഒരു ലൂപ്പ് കണക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ലൂപ്പ് കറങ്ങി ഒരു എൻഡ് ആവുന്ന സമയം, നിങ്ങൾക്ക് 10 വയസ്സ് വരെയുള്ളൊരു ലൂപ്പ് എൻഡായിത്തീരുന്ന സമയത്ത് അതിനുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും എല്ലാം മാറുന്നുണ്ട്. അതേ കണക്ക് പിന്നെ അടുത്തൊരു 10 വർഷം മാറുന്നത്, എനർജി മാറുന്നില്ല, നിങ്ങളുടെ എനർജി ഒരിക്കലും മാറുന്നില്ല. ആൾക്കാർ മാറുന്നുണ്ട്, ബട്ട് എനർജി മാറുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ആൾക്കാർ ടോട്ടലി മാറും. ഇപ്പം നിങ്ങൾ വേറൊരാൾക്ക് പണി കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ പണി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്നില്ല, വേറൊരു വ്യക്തി വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു റിലേഷൻ വഴിയായിരിക്കാം, ആ ഒരു കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഈഗോ സെൻസ് ആയിരിക്കാം. ബട്ട് ആ ഒരു വ്യക്തി അവിടെ ഇല്ലല്ലോ. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലില്ല. ബട്ട് ആ ഒരു സമയം നിങ്ങളെടുത്തുകൊണ്ട് ആ ഒരു ടൈം ആവുന്ന സമയത്ത്, ആ ലൂപ്പ് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ആ വ്യക്തിയില്ല, പക്ഷേ ആ വ്യക്തിയുടെ എനർജി അവിടെ കിട്ടുന്നുണ്ട്. ആരെടുത്തോ ചെയ്ത തെറ്റാണ്, ആ കർമ്മയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സമയം, സിറ്റുവേഷൻ. അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം വിധി എഴുതപ്പെടാനും അതുപോലെ തന്നെ വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സിറ്റുവേഷൻസ് അല്ല കേട്ടോ. വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ കർമ്മ ജനറേറ്റഡുള്ള സിറ്റുവേഷൻസിൽ പ്രവർത്തിക്കാനുള്ള ടൈമൊന്നും ആയിട്ട് കാണുന്നില്ല. ഇവിടെ മെയിൻലി ഫോക്കസ് ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. അതായത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയ ആൾക്കാർ തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചങ്ങോട്ട് റിട്ടേൺ പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുന്നൊരു സമയം, അതിന് വേണ്ടി നിങ്ങൾ വിഷമിക്കുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ഒരു എനർജിക്ക് നിങ്ങളടുത്ത് എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു എനർജി, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു നിങ്ങളടുത്ത് തെറ്റ് ചെയ്തിട്ട് പോയ എന്തൊക്കെയോ ആൾക്കാർക്ക് ഒരു 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 ന്യൂട്രലായിട്ടുള്ള സിറ്റുവേഷനിലാവുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയോ ഡിവൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതും എന്താ പറയുക, ക്ഷമാപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ ഒരു സ്വഭാവം, ക്യാരക്ടർ നിങ്ങളിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ആരൊക്കെ കണ്ട് പണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോളൂ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനത്തെ ഒരു വിധേയണക്ക് ആവാൻ പറ്റുന്നെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. എഗെയിൻസ്റ്റ് കാണിക്കുന്നവർക്ക് എഗെയിൻസ്റ്റും, നേരെ പോകുന്നവർക്ക് നേരെ ആയിട്ടും കാലചക്രം അതിനനുസരിച്ച് മാറുന്നുണ്ട് ഈ സമയത്തെ. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം കർമ്മപരമായ ടൈമിനനുസരിച്ച് മാറുന്ന കുറേയധികം സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അടുത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് ചെകുത്താനും ദൈവവും ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്.
ഈ നെഗറ്റീവ് ആരാണ് പോസിറ്റീവ് ആരാണ് എന്ന് നിങ്ങൾ അറിയണം. ഈ നെഗറ്റീവും നിങ്ങൾ തന്നെയാണ്, പോസിറ്റീവും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുള്ളിൽ കിടന്നുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊരു ഡൗൺ ഫെയിലിയർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും പ്രണയിച്ചു, ആ വ്യക്തി നിങ്ങളെ ചതിച്ചു. പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് മേളിൽ നിങ്ങൾക്ക് ആരുമില്ല. ചതിച്ച സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടേം താനും, ആ വ്യക്തി കണക്ക് വേറൊരു വ്യക്തി ഇല്ലേം താനും. രണ്ടും സെയിം തന്നെയാണ്, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നെഗറ്റീവും പോസിറ്റീവും നിങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു സമയത്തിന് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സമയമാണ്, കാലചക്രമാണ്, ടൈമാണ്. അതെങ്ങനെ വേണമെങ്കിലും മാറാം, ഏത് സിറ്റുവേഷനിൽ വേണോ മാറാം. പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, പെയിൻഫുള്ളായിട്ടുള്ള ഹാർട്ട്ഫുള്ളായിട്ടുള്ള ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പം ഈ സമയത്ത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതാണ്, ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ടും ബ്ലോക്കായിട്ട് നിൽക്കുന്ന, ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന, അതായത് റിലേഷൻഷിപ്പിലാണ് എനിക്കിത് കാണാൻ പറ്റുന്നത്. റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഉണ്ടായി നിൽക്കുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇത് ഓൾമോസ്റ്റ് എൻഡായി കഴിഞ്ഞിട്ട് പോലും നിങ്ങൾ ഡിപ്പെൻഡായിട്ട് ഇത്ര നിങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ നിങ്ങൾക്ക് തന്നൊരു, ഇടയ്ക്ക് വെച്ചൊന്ന് കറണ്ട് പോയത്, അതാണ് അതിൻ്റെ ഒന്ന് ഇരുട്ടായി പോയത്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുള്ളാണ്, ഭയങ്കരമായിട്ടും അനുഭവിച്ച് ഒരു മൂൺ സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ജഡ്ജ്മെൻറ്റ്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ചുള്ള തീരുമാനം. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. നിങ്ങൾ നെഗറ്റീവ് എടുത്താലും പോസിറ്റീവ് എടുത്താലും നിങ്ങൾക്ക് തന്നെയാണ് അത് ബാധകമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും എന്ന് ചെകുത്താനും ഈ പറഞ്ഞ ദൈവമൊക്കെ രണ്ടും ഇരട്ടകളാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടുള്ളത്. അപ്പം നെഗറ്റീവിനെ പേടിക്കാണ്ടിരിക്കുക, പോസിറ്റീവിനെ മാത്രം പ്രണയിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലൊരു സക്സസ് ഉള്ളൂ. 50 വർഷം 100 വർഷം എന്ന് പറയുന്നത് 50 വർഷം നെഗറ്റീവും 50 വർഷം പോസിറ്റീവും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഓക്കെ, അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പം അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്പിരിച്വൽ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ സിറ്റുവേഷൻസ് എന്താണ്, എന്തെങ്കിലും ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ പോകുന്ന, ഒരു മുന്നോട്ടും ഇല്ല ഒരു പിന്നോട്ടും ഇല്ല, എനിക്ക് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഫെയിലിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടൈം ഉണ്ടാവും. ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാനുള്ളൊരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കരിയർ നോക്കി മുന്നോട്ട് പോകാനുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ റൈറ്റായിട്ടുള്ള പോകാനുള്ളൊരു പാത നിങ്ങളുടെ ലൈഫിലോട്ട് തുറന്നു വരുന്നൊരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ആ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും എനർജി, ഒരു എന്താ പറയുക, ഈ വേനൽക്കാലത്താണ് ഈ പറഞ്ഞ ഇലകൾ ഭയങ്കരമായിട്ടും കൊഴിയും. പിന്നെ അത് ടൈം കഴിയുന്ന സമയത്ത് അത് പിന്നെയും മുളയ്ക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അത് കണക്ക് തന്നെയാണ് മനുഷ്യന്മാർക്കും. കർമ്മ ജനറേറ്റഡ് അല്ല, കണ്ണേറ് കമ്പയറിനെ പറ്റി കുറേ അധികം ആൾക്കാർ ചോദിച്ചതാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പേടിക്കാനുള്ളത് ദൃഷ്ടിദോഷമാണ്. കണ്ണേറ് കമ്പയർ ആയിട്ടുള്ള സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ബാധിച്ചു കഴിഞ്ഞാൽ കൂടോത്രത്തിനെക്കാട്ടും വലിയ സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി ക്രിയേറ്റഡ് ആക്കി വെച്ചത് അങ്ങനെയാണ്. ഇവിടെ കുറേ അധികം പാമ്പുകളുണ്ടാവും, രാജവെമ്പാലം ഉണ്ടാവും, അണലി ഉണ്ടാവും, ചേര ഉണ്ടാവും, വിഷമുള്ള പാമ്പുകളുണ്ട്, വിഷമില്ലാത്ത പാമ്പുകളുണ്ട്. ഇത് കൊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പാമ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിഷമുള്ള പാമ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന പാമ്പുണ്ട്, കുറേ കാലം വെച്ചുകൊണ്ടിരിക്കുന്ന പാമ്പുണ്ട്, പല രീതിയിലുള്ള വിഷമാണ്. ഇതേ കണക്കിനാണ് ഹ്യൂമൻസും. ഇവരുടെ ഉള്ളിലും വിഷം കൊടുത്ത് വിട്ടിട്ടുണ്ട് ഡിവൈൻസ്. പല ഹ്യൂമൻസ് ഉണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ടൊക്കെ മാറും ഒരു ടൈമിൽ. പിന്നെ അത് ഹീലായി പോവും. അപ്പം കണ്ണീരൊക്കെ സംഭവിക്കുന്നവർക്ക്, ദൃഷ്ടിദോഷമൊക്കെ സംഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മാറ്റാൻ വേണ്ടി നോക്കാം. നിങ്ങൾ മെയിൻ ബോഡി കഴിവും കണക്ക്, അല്ലെങ്കിൽ നിങ്ങളെന്താണ് എന്നും കുളിക്കുന്ന കണക്ക് തന്നെയാണ് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുന്നത്. നിങ്ങളെന്നും പോയി കുളിച്ചാൽ നിങ്ങളുടെ വെളി മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ പുറം മാത്രമേ വൃത്തിയായി നിൽക്കത്തുള്ളൂ. ഭയങ്കര ഗ്ലാമറൊക്കെ ആയിരിക്കും,
പക്ഷേ അകം വൃത്തിയാവണം, മനസ്സ് വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം, എനർജി ക്ലെൻസ് ആക്കണം എന്നാണ് കാണിക്കുന്നത്. ഡിവൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം തരാൻ തയ്യാറാണ് കേട്ടോ. ഈ ഭൂമി നിങ്ങൾക്ക് എല്ലാം തരാൻ വേണ്ടി തയ്യാറാണ്. ദൈവം എന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഈ ഭൂമി തന്നെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ തരണം. കർമ്മല്ല, പഞ്ചഭൂതങ്ങൾ, അതിൽ കൂടുതലും ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. വായു, ജലം, അതുപോലെ തന്നെ എന്താ പറയുക, സൂര്യൻ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഓക്സിജൻ തരുന്നുണ്ടെങ്കിൽ വായു തന്നെ വേണം, ഓക്സിജൻ, അതല്ലേ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൂര്യൻ വേണം. അപ്പം ഇതിലൊക്കെ കാര്യമുണ്ട്, എനർജി, ഇതിലൊക്കെ വാട്ടർ സൈൻ, ഫയർ സൈൻ, ഇതിലൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു എർത്ത് തന്നെയാണ് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡിവൈൻ. അപ്പം ഈ ഒരു ഗ്രഹത്തിനെ നിങ്ങൾ എത്രത്തോളം ആരാധിക്കുന്നു, എത്രത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹങ്ങൾ സാധിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കും? നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം ദൈവമായ അള്ളാഹിനെ വിശ്വസിക്കുമോ? അതുപോലെ ഹിന്ദു ദൈവങ്ങളായ ശിവൻ അങ്ങനെ വിശ്വസിക്കുമോ? അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ദൈവമായിട്ടുള്ള യേശു അങ്ങനെ വിശ്വസിക്കുമോ? അത് കുറേ അധികം ദൈവങ്ങളുണ്ട്. അപ്പം ദൈവത്തിനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഉള്ള ആൾക്കാർ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഇവരെല്ലാവരും ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇവരെയൊക്കെ വിശ്വസിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെ, അതായത് ഈ പറഞ്ഞ ഭൂമിയുമായിട്ട് സംരക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ഇവിടെ നിന്ന് തന്നെ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടും. അരി, ആഹാരം എല്ലാം. ഓക്കെ, അതങ്ങനെയാണ്. അതുമായിട്ടൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെ സക്സസ്സിലോട്ട് നയിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്തോ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആരോ കയ്യിൽ നിന്നും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ജഡ്ജ്മെൻറ്റ്, ലൈഫിൽ എന്താണെന്ന് അറിയാൻ പറ്റുക ജഡ്ജ്മെൻറ്റ്, ഭയങ്കര ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫാമിലി പരമായിട്ട് ദൈവവിശ്വാസമുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് നിങ്ങൾ മടുത്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കുറേ തടസ്സങ്ങളുണ്ട്, നിങ്ങൾക്ക് ഏത് വഴി സ്വീകരിക്കണമെന്ന് അറിയത്തില്ല. ബട്ട് നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, അതൊരു മനസ്സ് തകർന്ന് നിൽക്കുന്ന അവസ്ഥയിലും നിങ്ങൾ ആത്മവിശ്വാസം കൈവിടുന്നില്ല. ആരോഗ്യം മുന്നിൽ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെ മുന്നിൽ ഭയങ്കരമായിട്ടും നിങ്ങൾ വലുതാണ് എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം പ്രശ്നങ്ങളും കുറേയധികം ഇഷ്യൂസും കുറേയധികം കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും പുറമേ അതൊന്നും അറിയുന്നില്ല. പുറമേ ആൾക്കാർ പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടും മതിപ്പുള്ള ആൾക്കാർ പുറത്തുണ്ട്. ബട്ട് നിങ്ങൾക്കേ അറിയാത്തുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന്. പുറത്തുള്ളവർ കാണുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ഒരു വലിയ രീതിയിൽ പോകുന്ന ആൾക്കാർ. ബട്ട് ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഒരു ഡൗൺ സിറ്റുവേഷൻ. ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, ലുക്കുണ്ട്, ഗ്ലാമറുണ്ട്, ജോലിയുണ്ട്, കരിയറുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മുന്നോട്ട് പോകുന്ന സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിനി വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വാശി കൂടുന്നുണ്ട്. നിങ്ങളുടെ ജേണി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പാത്ത്, നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച്, നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്ത് ജീവിതം ഇതാണ്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോവേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി, ലൂപ്പൊക്കെ മാറ്റി, കംഫർട്ട് സോണൊക്കെ പൊട്ടിച്ച്, നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാം. ഇതാണ് ജീവിതം, അല്ലെങ്കിൽ ജീവിതം നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന കാര്യമാണ് കാണാൻ പറ്റുക. എന്തൊക്കെയൊരു ഹോപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇന്നും ആരൊക്കെയോ എന്തൊക്കെയോ ഡിവൈൻ നിങ്ങൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല. എന്തോ ഒരു ഹോപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇന്നും നിങ്ങളെ വിട്ടുപോകാത്ത, ഇന്നും നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കാത്ത, നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടുള്ള എന്തിൻ്റെയൊക്കെ ഒരു പുതിയ തുടക്കം, വിത്ത് കൊണ്ടിട്ടതേ ഉള്ളൂ. നിങ്ങളൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് മുളയ്ക്കുമെന്ന്. ബട്ട് അത് മുളയ്ക്കും. ഓക്കെ, അതൊരു വലിയ ബൾക്കായിട്ടുള്ളൊരു എന്താ പറയുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഫലങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളൊരു വിത്തായിട്ട് മാറും.
ഓക്കെ, അതൊരു മരമായിട്ട് മാറും. നിങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് പാത്ത് ഒരു ഡൗൺ സിറ്റുവേഷനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും ഹോപ്പ് കൈവിടാണ്ടിരിക്കുക. നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പല ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് ദൈവം അയക്കുന്നത്. പല മനുഷ്യരും പല രൂപത്തിലാണ് അയക്കുന്നത്. അത് പല പല സിറ്റുവേഷനിലായിരിക്കാം, അത് പല വാക്കുകൾ വഴിയായിരിക്കാം, പല കാര്യങ്ങൾ വഴിയായിരിക്കാം, പല എനർജി വഴിയായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പം ഒരു വാക്ക് തന്നെ മതിയായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പുഞ്ചിരി തന്നെ മതിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു നിധി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ സമയത്ത് ആ ഒരു നിധി എന്ന് പറഞ്ഞാൽ മേ ബി എനർജി ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറച്ച് സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു സാധനം വരുന്ന സമയത്ത്, ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത്, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫിലൊരു പുതിയൊരു ജീവൻ, ഒരു റീബർത്ത്, ഒരു പുഞ്ചിരി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിരിച്ചു തുടങ്ങും. ആ ചിരി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. പിൽക്കാലത്ത് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളായിട്ട് മാറും. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ആയിട്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഉന്മേഷമായിട്ടും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു തമാശയായിട്ട് തോന്നും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് വിധി എഴുതാണ്ടിരിക്കുക. ഒരിക്കലും ഇന്ന് നടക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ വിധി എഴുതരുത്. നാളെ എന്ന് പറയുന്ന ദിവസമുണ്ട്. നാളെ എന്ന് പറഞ്ഞ ദിവസത്തിൽ ഒരു ദിവസം ഒരു മനുഷ്യനുള്ളൂ. ചിത്രശലഭങ്ങൾ അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യനുള്ളൂ. ഇന്ന് ജനിക്കുന്നു, നാളെ മരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഡൗൺ ആയിരിക്കുമോ? ബട്ട് മറ്റന്നാൾ എന്ന് പറയുന്ന ദിവസം ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എങ്കിൽ പോലും ഒരു ഹോപ്പുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അടുത്തൊരു സെക്കൻഡ്, അടുത്തൊരു മിനിറ്റ്, അടുത്തൊരു മില്ലി സെക്കൻഡ് ഉണ്ട് നിങ്ങൾക്ക്. അതൊരു നിങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസമായിരിക്കണം. ആ സമയത്ത് എല്ലാം മാറും. മിറാക്കിൾ എന്ന് പറഞ്ഞൊരു മിറാക്കിളുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? സമയത്തിനനുസരിച്ച് ടൈമിനനുസരിച്ച് എല്ലാം മാറും. എനർജി ഇറ്റ്സ് ഓൾ അബൌട്ട് എനർജിക്ക് അനുസരിച്ച് മാറും. പല ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും. നിങ്ങൾക്ക് ഇനിയും ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള സമയം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഡിവൈൻ നിങ്ങളെ അടുത്തോട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് സ്പിരിച്വൽ ലൈഫിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഹോപ്പ് ഒരിക്കലും കൈവിടാൻ പാടില്ല. സ്പിരിച്വൽ ലൈഫിൽ പോകുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് സോളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ടൈം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം, ക്യാരക്ടർ എല്ലാം മാറും. ചിന്തകൾ മാറാൻ തുടങ്ങും. ലൈഫിൽ അങ്ങനത്തെ ആൾക്കാർ വരാൻ തുടങ്ങും. അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ടിൽ ആൾക്കാർ വന്ന് നിൽക്കും പല സമയത്തും. അപ്പം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാണ്ടിരിക്കുക. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ പറഞ്ഞ റീഡർ ചെയ്യുന്ന എല്ലാവരും. അപ്പം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം കൈവിടാണ്ടിരിക്കുക. എപ്പോഴായാലും ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ ലൈഫിൽ വേണം. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ലൈഫ് ഉയർത്തിക്കൊണ്ട് പോകാൻ ഈ പറഞ്ഞ ഭൂമിക്ക് അറിയാം. ഓക്കെ, നിങ്ങളെപ്പോലും അതിന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ സമയമാകുന്ന സമയത്ത് എല്ലാം ഒരു മിറാക്കിൾ പോലെ താനെ നടക്കും. ഓക്കെ, അത് മാത്രം ജസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണായിട്ട് ജസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഓക്കെ ബൈ ടാറ്റ. അടുത്ത വീഡിയോ വരെ കാണും വരയ്ക്കും എല്ലാവർക്കും ഓക്കെ ബൈ ടാറ്റ. സി യു.